ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയ ദൈവജനമേ, എൻ്റെ കഴിഞ്ഞ 26 വർഷത്തെ സുവിശേഷവേല ജീവിതത്തിൽ ഒരുപാട് വ്യക്തികളുമായി സംസാരിക്കുവാനും ഇടപഴകുവാനും ഇടവന്നിട്ടുണ്ട്. പക്ഷേ വിശ്വാസികളായ ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ മരണത്തെക്കുറിച്ച് ഒരു അമിതമായ ഭയം കിടക്കുന്നതായിട്ട് ഞാൻ കാണുകയാണ്. മരണഭയം ഒരുപാട് വ്യക്തികളെ ഇന്ന് അലട്ടുകയാണ്. ഓരോ ഭവനത്തിലും ചില മരണങ്ങൾ സംഭവിച്ചതിൻ്റെ പേരിൽ അവരുടെ ഉറ്റവർ ഉടയവർ വലിയ ദുഃഖത്തിൽ കഴിയുകയാണ്. ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ മരണമില്ല എന്ന് വിശ്വസിക്കാൻ അവന് സാധിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഒരു മരണമുണ്ട്, അത് സ്വർഗത്തിലെ ജനനമാണ്. ഫിലിപ്പിയർ 3:20 വചനം പറയുന്നുണ്ട്, നമ്മുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണ്, നമ്മുടെ യഥാർത്ഥ ജീവിതം സ്വർഗത്തിലാണ്. ഇങ്ങനെയൊക്കെ വചനമറിയാം, കാര്യമറിയാമെങ്കിൽ പോലും ഒരുപാട് ദൈവവിശ്വാസികളായ ക്രിസ്തു വിശ്വാസികളായ ഒരുപാട് വ്യക്തികൾ മരണഭയത്തിൽ കഴിയുന്നു. മരിച്ചു പോയവരെ ഓർത്ത് വളരെയധികം ദുഃഖിച്ച് വർഷങ്ങളോളം കരയുന്നു, സങ്കടപ്പെടുന്നു, നെടുവേർപ്പെടുന്നു. അത് വിഷാദ രോഗമായി വരുന്നു. വലിയ അലസതയിലേക്കും നിരാശാബോധത്തിലേക്കും കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികൾക്ക് ആശ്വാസം പകരാൻ ഉതകുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ തിരുവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, ദൈവ തിരുവചനം കേൾക്കാൻ ഇട വന്നിട്ടുള്ള ഒരുപാട് വ്യക്തികളിൽ നിന്ന് ദൈവം അത്ഭുതകരമാവണ്ണം മരണഭയം എടുത്തു മാറ്റിയ, മരണത്തിൻ്റെ ദുഃഖം എടുത്തു മാറ്റിയ പല സംഭവങ്ങളും ബൈബിളിലുണ്ട്, ഇന്ന് എൻ്റെ അനുഭവത്തിലുണ്ട്. ഒരുപാട് ഞാൻ ഓർക്കുകയാണ്, കണ്ണൂർ ജില്ലയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അളിയൻ പെട്ടെന്നൊരു ആക്സിഡൻറ്റിൽപ്പെട്ട് മരിക്കുകയാണ്. 2 മക്കളുടെ അമ്മയായ ആ യുവതി, നല്ല പള്ളി പോകുന്ന, പ്രാർത്ഥിക്കുന്ന, നല്ല വിശ്വാസിയായ യുവതി, അതോടുകൂടി പ്രാർത്ഥന നിർത്തി, പള്ളി പോകാൻ നിർത്തി, ദൈവത്തെ പഴിക്കാൻ തുടങ്ങി, ദൈവത്തെ ശപിക്കാൻ തുടങ്ങി, എല്ലാവരും ശപിക്കാൻ തുടങ്ങി. വലിയ ദുഃഖത്തിലും പ്രതിഷേധത്തിലും അസ്വസ്ഥയിലും കഴിയുക. ഈ സമയത്ത് ഇവളുടെ സഹോദരനായ എൻ്റെ സുഹൃത്തിനോട് പറയുകയാണ്, ഔസേപ്പച്ചൻ ബ്രദറെ, ഒന്ന് ഫോണിലൂടെ വിളിച്ച് എൻ്റെ പെങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കണം. ഞാൻ ഈ പെൺകുട്ടിയെ ഞാൻ ഫോണിൽ വിളിക്കുമ്പോൾ അവൾ എന്നോട് തട്ടിക്കയറുക. എൻ്റെ ഈ 2 മക്കളെ ഇട്ടേച്ച് എൻ്റെ ഭർത്താവിനെ ദൈവം കൊണ്ടുപോയില്ലേ, ദൈവം ക്രൂരനാണ്, ഞാനെന്ത് ചെയ്യും, ഈ പിള്ളേരെ ഞാനെങ്ങനെ വളർത്തും, എനിക്കിനി ആരാ ഉള്ളത്? ഇവൾ ഭയങ്കരമായ അസ്വസ്ഥയോടെ എന്നോടുകൂടി പൊട്ടിത്തെറിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടി ഒരു ധ്യാനം കൂടെ, ദൈവം നിന്നെ ആശ്വസിപ്പിക്കും. യേശുവിന് മരിച്ചവരോട് പ്രത്യേക ഒരു കാരുണ്യമുണ്ട്. മരിച്ച ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിലേക്ക്, അവരുടെ ഭവനത്തിലേക്ക് യേശു കടന്നു വന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് ബൈബിളിലുണ്ട്, എനിക്കറിയാവുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും അവൾ ധ്യാനം കൂടാൻ പറഞ്ഞിട്ട് അവൾ സമ്മതിക്കുന്നില്ല. അവസാനം ഡിവൈനിൽ ഒരു ധ്യാനം കൂടാമെന്ന് സമ്മതിച്ചു. ഒരു പ്രത്യേക വ്യവസ്ഥയുടെ പേരില്ല, ഒരു പ്രത്യേക വ്യവസ്ഥ വെച്ചിട്ടാണ് ധ്യാനം കൂടാൻ തീരുമാനിച്ചത്. എന്താണ്? എനിക്ക് ആ പനക്കനെ ഒന്ന് കാണണം. പനക്കലച്ഛനെന്ന് പോലും പറയാൻ പറ്റാത്ത അവൾ ആ രോക്ഷത്തിനോട് പറയുക, ആ ഫാദർ പനക്കനെ ഒന്ന് കാണിച്ചു തരാമെങ്കിൽ ഞാൻ ധ്യാനിക്കാൻ വരാം. എനിക്ക് ആ മകളുടെ മനപ്രയാസം അറിയാമെന്ന് ഞാൻ ആ വ്യക്തിയോട് ദേഷ്യപ്പെടാതെ ഞാൻ പറഞ്ഞു, അച്ഛനെ ഞാൻ കാണാനുള്ള അവസരം ഒരുക്കി തരാം. ആ പെൺകുട്ടി, അവളുടെ അമ്മായിമ്മ, അവളുടെ നാത്തൂനെ 3 പേര് ഡിവൈനിലേക്ക് ധ്യാനം കൂടാൻ പോവുക. ആ കാലഘട്ടത്തിൽ ഞാനും ഡിവൈനിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലമാണ്. ബുധനാഴ്ച രാത്രി 9 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് അച്ഛൻ്റെ റൂമിലേക്ക് വന്നാൽ മതി, കാണാൻ അവസരം ഞാൻ മേടിച്ചു തരാം എന്ന് പറഞ്ഞ് അവർ ധ്യാനം കൂടാൻ പോയി. പ്രിയപ്പെട്ടവരെ, അന്ന് ബുധനാഴ്ച എനിക്കിവിടെ ക്ലാസ്സുണ്ട്. ക്ലാസ് കഴിഞ്ഞ് ഈ 9 മണി സമയത്ത് കാണാനുള്ള അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക, ഇവർ വരുന്നതും കാത്ത്. പക്ഷേ അന്ന് അവൾ വന്നില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് അവിടെ നടന്നൊരു സംഭവമാണ് എന്നെ ഇത് പറയാൻ ബോധ്യപ്പെടുത്തുന്നത്. അന്ന് എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് പനക്കലച്ചൻ്റെ ബലിയർപ്പണവും അതൊരു വളരെ ഭംഗിയായൊരു സുവിശേഷ പ്രഘോഷണമാണ്. ഞാൻ കഴിഞ്ഞ 9 വർഷമായി കേൾക്കുന്ന സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വിഷയം എനിക്കറിയാം. പക്ഷേ ആ ദിവസം അച്ഛന് അന്നെടുത്ത ക്ലാസ് അതൊന്നും ആയിരുന്നില്ല. ഒരു ഭവനത്തിൽ ഒരു മരണം സംഭവിച്ചാൽ അതിനെ ഒരു വിശ്വാസി എങ്ങനെയാണ് കാണേണ്ടത്? യേശു എന്താണ് മരണത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ മരണം അത് അന്ത്യമല്ല.
പ്രിയപ്പെട്ടവരെ, വളരെ വ്യത്യസ്തമായി 9 വർഷം ഞാൻ കേൾക്കാത്തൊരു ക്ലാസ്. ഞാൻ ഓർത്ത് ദൈവമേ, ഇത് ബുധനാഴ്ച തന്നെയല്ലേ, ഞാൻ പോയ ദിവസം മാറിപ്പോയോ? നോക്കുമ്പോൾ ബുധനാഴ്ച തന്നെ. ഒരിക്കലും പറയാത്തൊരു ക്ലാസ് അന്ന് അച്ഛന് അവിടെ എടുക്കുക. ഞാൻ വീണ്ടും ഈ പെൺകുട്ടിയെ വിളിച്ച് കാണാതായപ്പോൾ പ്രേക്ഷകരെ വിട്ട് അമ്മയും കൊച്ചിനെ എല്ലാം വിളിപ്പിച്ചപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ ചോദ്യത്തിന് മുഴുവൻ ഉത്തരം ഈ കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടി. 10,000-കണക്കിന് ആൾക്കാർ അവിടെ ധ്യാനിക്കാൻ വന്നിരിക്കുക. ഈ പെൺകുട്ടി അവിടെ ധ്യാനിക്കുന്ന കാര്യം അച്ഛൻ അറിയത്തില്ല. എങ്കിൽ പോലും അവളുടെ ദുഃഖം അറിയാവുന്ന ദൈവം, അവളുടെ സങ്കടം അറിയാവുന്ന ദൈവം, യേശു ക്രിസ്തു അവൾക്ക് വേണ്ടി അന്ന് അച്ഛനിലൂടെ ഒരു പ്രത്യേക രീതിയിൽ ആ 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയത്തെ ക്ലാസ് ക്രമീകരിച്ച് ആ മകളുടെ ഹൃദയത്തിലെ ദുഃഖവും ഭാരമെല്ലാം എടുത്തു മാറ്റുക. പ്രിയ സഹോദര സഹോദരി, യേശു ക്രിസ്തു നമ്മളോട് സുവിശേഷത്തിൽ പറഞ്ഞൊരു കാര്യം നമുക്ക് ഓർക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ഒരു സുഹൃത്തായിരുന്ന ലാസർ മരിക്കുക. ലാസർ മരിച്ചു. 4 ദിവസമായിട്ട് യേശുവിടെ ചെല്ലാനത്തുള്ളൂ. 4-ാം ദിവസം യേശു അവിടെ കടന്നു ചെന്ന് ആ മാർത്തയുടെയും മറിയത്തിൻ്റെയും കണ്ണീരൊപ്പി. അവിടെ കൂടിയിരുന്നവരെല്ലാവരും കണ്ണീരൊപ്പി എന്ന് മാത്രമല്ല, അവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് തുള്ളിച്ചാടി ചീഞ്ഞളിഞ്ഞ ലാസറിനെ ജീവനോടെ ജീവൻ കൊടുത്ത് പുറത്തെടുത്തു. പ്രിയ സഹോദര സഹോദരി, നമ്മൾ വിശ്വസിക്കണം, ക്രിസ്ത്യാനിക്ക് മരണമില്ല. നമ്മൾ മരിക്കാതിരിക്കാനാണ് യേശു കുരിശിൽ മരിച്ചത്. യേശു കുരിശിൽ മരിച്ചത് നമ്മൾ സ്വർഗത്തിൽ നമ്മളെ ജനിപ്പിക്കാനാണ്. ആ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, വിശ്വാസത്തിൽ ജീവിക്കുന്ന വ്യക്തി, മാമോദീസ സ്വീകരിച്ചൊരു വ്യക്തി, അവൻ ഒരിക്കലും മരിച്ചാൽ നരകത്തിൽ പോവില്ല, അവന് സ്വർഗമുണ്ട്, അവൻ സ്വർഗത്തെ ജനിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസ സത്യം നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടാൽ, പ്രിയപ്പെട്ടവരെ, ഈ മരണഭയത്തിൽ നിന്ന് ദൈവം നമ്മളെ മോചിപ്പിക്കും. ഈ വിശ്വാസം നമ്മൾ വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്തു വിശ്വാസത്തെ തീരുക. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ വേറൊരു സംഭവം ഞാൻ ഓർക്കുക. ഞാൻ ഒരു നാൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന ഒരു ഭാര്യ ഭർത്താക്കന്മാർ, അവർക്ക് ആകെ ഒരു കുട്ടിയുള്ളൂ, അതിന് 9 വയസ്സ്. ഈ 9 വയസ്സുള്ള കുട്ടി 6 മാസം മുമ്പ് ഒരു കുളത്തിൽ മുങ്ങി മരിക്കാനിട വന്നു. ആ കുട്ടിയുടെ കൂടെയുള്ള ചേച്ചിയുടെ കൂടെ കുളത്തിൽ കളിക്കാൻ പോയി, മീൻ പിടിക്കാൻ പോയി. ആ കൊച്ച് കാല് വഴുതി കുളത്തിൽ വീണു. ചേച്ചി എടുക്കാനായിട്ട് ഇറങ്ങി, ചേച്ചിയും മരിച്ചു, കൊച്ചും മരിച്ചുപോയി. പക്ഷേ ഈ വിശ്വാസികളായ ക്രിസ്ത്യാനികളായ ഈ മാതാപിതാക്കൾ കുറേ മാസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അവർ അപ്പടി രോഗികളായി തീർന്നൊരവസ്ഥ. 18 ദിവസത്തേക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഈ അമ്മയെ. കാരണം എൻ്റെ കൊച്ചിനിങ്ങനെ പറ്റിയല്ലോ, ഞാൻ അല്പം കൂടെ ശ്രദ്ധിച്ചായിരുന്നു അങ്ങനെ വരില്ലായിരുന്നു. അത് എൻ്റെ മറ്റേ മൂത്ത കുട്ടിയാണ് ഇവളെ കൊണ്ട് വെള്ളത്തിൽ ചാടിച്ചത് എന്നൊക്കെ പറഞ്ഞ് പല ആരോടും പറഞ്ഞ് ഈ മാതാപിതാക്കൾ വളരെ അസ്വസ്ഥരായി നിരാശപ്പെട്ട് ഇവരിങ്ങനെ ജീവിക്കുക. ഞാൻ ഇവരുമായിട്ട് ഈ കൊച്ചിനെ ക്ലാസ് കേൾക്കാൻ വന്ന ഈ വ്യക്തികൾ വചനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ മാതാപിതാക്കൾ ഓടി വന്നു ആ ഫോട്ടോയായിട്ട്. ഇവിടെ ഒരു 5-6 ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഈ കൊച്ചിൻ്റെ ഫോട്ടോ കണ്ട് ഇവർ വീണ്ടും കരയുക. എനിക്കിതൊന്നും അറിയില്ല ഇവരുടെ പ്രശ്നങ്ങളൊന്നും. പെട്ടെന്ന് ഈ ഫോട്ടോ തുറന്ന് കാണിച്ച് കൊച്ചു മരിച്ചു എന്ന് പറയുകയും ഞാൻ ഈ കൊച്ചിൻ്റെ ഫോട്ടോയിൽ കൈവച്ച് യേശുവേ യേശുവേ എന്ന് സ്തുതിക്കുമ്പോൾ ഞാൻ ദർശനം കാണുകയാണ്, ഈ കൊച്ച് സ്വർഗത്തിലിരിക്കുന്നു. ഈ കൊച്ചിൻ്റെ ആത്മാവ് സ്വർഗത്തിലിരിക്കുന്നതായിട്ട് കാണുക. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, കൊച്ച് രക്ഷപ്പെട്ടു, നമ്മളാണ് രക്ഷപ്പെടാനുള്ളത്. യേശു പെട്ടെന്ന് ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ പറഞ്ഞു തന്നു, ഈ കൊച്ച് സ്വർഗത്തിലെത്തി, എത്തേണ്ടിടത്തെത്തി, കൊച്ച് പിതാവായ ദൈവത്തിൻ്റെ പക്കലുണ്ട്, നമ്മളാണ് ഇനി രക്ഷപ്പെടേണ്ടത് എന്നൊരു സന്ദേശം കൊടുത്തത്. ഇവർ പറയുകയാണ്, ഇവർക്ക് പകുതി ആശ്വാസം തിരിച്ചു വന്നു. ഇവർ അസ്വസ്ഥ പകുതി വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഞാൻ കുറച്ച് സമയം കൊണ്ട് ഉപദേശിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവർക്ക് ആത്മീയരായിരുന്നില്ല. ആത്മരക്ഷയെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടില്ല. മാമോദീസ സ്വീകരിച്ചൊരു കൊച്ച്, 9 വയസ്സ് പ്രായമുള്ള കൊച്ച്, ആ കൊച്ച് മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഞാനെന്തെയും വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമല്ല. നമ്മൾ വിശ്വാസികളല്ല. ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ നിരസിക്കുന്നവരും ധിക്കരിക്കുന്നവരും വിശ്വസിക്കാത്തവരുമായി മാറുമ്പോൾ നമ്മളാണ് യഥാർത്ഥ അവിശ്വാസികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല. ദൈവത്തിൻ്റെ സമയമായി, ദൈവം സമയമായപ്പോൾ കൊച്ചിനെ സ്വർഗത്തിലേക്ക് എടുത്തു. നിങ്ങൾ ദൈവത്തിന് നന്ദി പറ, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ദൈവത്തിന് തെറ്റുപറ്റില്ല. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം കൊച്ചിനെ എടുത്തു. ആ സമയത്ത് നിങ്ങൾ ആരൊക്കെ സൂക്ഷിച്ചാലും, എത്ര പ്രൊട്ടക്റ്റ് ചെയ്താലും, ആരുടെയിലൊക്കെ കാവലേൽപ്പിച്ചാലും അത് ദൈവത്തിൻ്റെ സമയത്തിന് സംഭവിക്കും. അങ്ങനെ ദൈവഹിതത്തിന് ആ പ്രശ്നത്തെ വിട്ടുകൊടുത്തപ്പോൾ, അവരുടെ കൊച്ച് സ്വർഗത്തിൽ ഇരിക്കുന്നതായി ദർശനം കിട്ടിയപ്പോൾ, ആ കൊച്ച് സ്വർഗത്തിലെത്തി എന്നുള്ള പ്രത്യാശ ലഭിച്ചപ്പോൾ, ആ മാതാപിതാക്കളുടെ വലിയ ദുഃഖം, കുറേ കാലമായി ഉണ്ടായിരുന്ന അസ്വസ്ഥത മാറി. അവർ വീണ്ടും ദൈവത്തെങ്കിലേക്ക് യേശുവിലേക്ക് തിരിച്ചു വന്നു. പ്രിയ സഹോദര സഹോദരി, ക്രിസ്ത്യാനികളെ നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസിക്ക് മരണമില്ല, ക്രിസ്ത്യാനിക്ക് മരണമില്ല. നമ്മൾ മരിക്കാതിരിക്കാനാണ് നമ്മുടെ ദൈവം കുരിശിൽ മരിച്ചത്. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ നമ്മൾ ഒരുപാട് ധ്യാനമെല്ലാം കൂടി വിശ്വാസത്തിൽ വളർന്നുവെന്ന് ധരിക്കുന്ന നമ്മൾ ഇന്നും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മരിച്ച വീട്ടിലേക്ക് കടന്നു ചെന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ആ മരിച്ച വീട്ടിലേക്ക് കടന്നു ചെന്നാൽ നമ്മൾ അവരോടൊപ്പം കരയും. എന്നാൽ ആ
മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവിനോട് പ്രാർത്ഥിക്കാനുള്ള ബോധ്യം നമുക്കുണ്ടോ? ഇനി കഴിഞ്ഞ ആഴ്ചയിൽ ഒരു നല്ല മനുഷ്യൻ മരിച്ചു, വളരെ നല്ല മനുഷ്യനെ മരിച്ചു. അതിലൊക്കത്തെ ഒരു വിശ്വാസി, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നൊരു വിശ്വാസി, ആ വിശ്വാസി അവിടെ കാണാൻ പോയതായിട്ട് ഞാൻ അറിഞ്ഞു. എനിക്കവിടെ പോകാൻ ഒത്തില്ല, ഞാൻ അന്ന് കുറച്ച് അകലത്തിലായിരുന്നു. ഞാൻ ആ വിശ്വാസിയോട് ചോദിച്ചു, നിങ്ങൾ ആ വീട്ടിൽ പോയിട്ട് എന്താ ചെയ്തേ? അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു, മരണത്തിലെ ശവസംസ്കാര ശുശ്രൂഷ സഹായിച്ചു. വേറെ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു, പ്രിയ സഹോദരി, അവരുടെ ജീവിത പങ്കാളിക്കും മക്കൾക്കും കടന്ന് കരയുമ്പോൾ നമ്മളും ആ കൂടെ സങ്കടപ്പെടണം. അതിനപ്പുറത്ത് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തായിരുന്നു ആ വ്യക്തിയെങ്കിൽ, സുഹൃത്താണെങ്കിലും അല്ലെങ്കിലും ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിക്ക് വേണ്ടി കൂടിയാണ് യേശു മരിച്ചത്. ആ വ്യക്തിക്ക് നമുക്കിനിയും ചെയ്യാവുന്ന ഏറ്റവും വലിയ നല്ല കാര്യം ആ വ്യക്തിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്നുള്ള ബോധ്യത്തിൽ ഒരു നിമിഷം ആ വ്യക്തിക്ക് വേണ്ടി യേശുവേ അവിടുത്തെ കരങ്ങളിലേക്ക് ഈ വ്യക്തിയുടെ ആത്മാവിനെ സമർപ്പിക്കുന്നു. സ്വർഗ്ഗത്തിന് തടസ്സമായ മകൻ്റെ ജീവിതത്തിലെ സകല പാപങ്ങൾ ക്ഷമിക്കണമേ, ആ മകനെ വിശുദ്ധീകരിക്കണമേ, ഒരു വിശുദ്ധനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള ആ ഉത്തമ ദൗത്യം, ഉത്തമ ബോധ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും തന്നുകൊണ്ടിരിക്കുക. ഞാൻ ഒരിക്കൽ ഒന്ന് രണ്ട് ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുമുട്ടിയ കുറേ അമ്മച്ചിമാർ, ഈ അമ്മച്ചിമാരോട്ടൊക്കെ പരിചയപ്പെട്ടു. 10, 70, 80, 90 വയസ്സുള്ള അമ്മച്ചിമാർ. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിമാരെ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കട്ടെ? പ്രാർത്ഥിച്ചു. എന്തിനാ അമ്മച്ചിമാരെ പ്രാർത്ഥിക്കണ്ടേ? ഇവരോട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? എന്നോട് ഈ അടുത്ത കാലത്ത് 2 അമ്മച്ചിമാർ അടുത്തടുത്ത ദിവസങ്ങളിൽ പറഞ്ഞു, മോനെ ഒരു നല്ല മരണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും, എനിക്കൊരു നല്ല മരണം കിട്ടണം, സ്വർഗ്ഗത്തിലെത്തണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിൻ്റെ ധ്യാനങ്ങളിലൊക്കെ പ്രതിഫലനം ഒരുപാട് വ്യക്തികൾ കാണുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ധ്യാനം കൂടാത്തൊരു വ്യക്തി, ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചു, നല്ല മരണം എന്ന് വെച്ചാൽ എന്താ? നല്ല മരണം എന്ന് വെച്ചാൽ എന്താ? എന്നോട് ആ വ്യക്തി പറയുകയാണ്, കയ്യും കാലും ഓടിയാതെ, വല്ല രോഗം വരാതെ, ഹോസ്പിറ്റലിൽ അധികം കിടക്കാതെ, അധികം വേദന എടുക്കാതെ മരിച്ചു കിട്ടുന്നതിനാണ് നല്ല മരണം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട, നമ്മുടെ ആത്മീയ പാപ്പരത്വമാണ് കാണിക്കുന്നത്, നമ്മുടെ ആത്മീയമായ പാപ്പരത്വമാണ് കാണിക്കുന്നത്. യേശു കുരിശിൽ മരിക്കുക മാത്രമല്ല 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വലിയ സത്യം ബോധ്യപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ജീവിക്കാൻ സാധ്യമല്ല. യേശു ഉയർത്ത പോലെ ഉയർപ്പ് നിനക്കുമുണ്ട്, എനിക്കുമുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം, എൻ്റെ മകൻ, മൂത്ത മകൻ സോണി 25-ാമത്തെ വയസ്സിൽ അവൻ മരിക്കുക, അവൻ രോഗബാധിതനായി മരിക്കുക. നല്ല ആത്മീയത ഉണ്ടായിരുന്ന, ജീസസ് യൂത്തായിരുന്ന എൻ്റെ മകൻ മരണസമയത്ത് മാതാപിതാക്കളായി ഞങ്ങളുടെ അസ്വസ്ഥത കണ്ടപ്പോൾ, ഞങ്ങളുടെ സങ്കടം കണ്ടപ്പോൾ അവൻ പറയുക, കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും കാതുകൾ കേട്ടിട്ടില്ലാത്തതും മനുഷ്യ മനസ്സ് ഗ്രഹിച്ചിട്ടില്ലാത്ത സ്വർഗ്ഗമല്ലേ പപ്പ നമ്മുടെ പ്രത്യാശ, നിങ്ങളെന്തിനാ കരയുന്നത്? പ്രിയപ്പെട്ടതുപോലെ ഞാൻ പറയുക, ഈശോയുടെ വചനം പപ്പ മറന്നുപോയോ? യോഹന്നാൻ്റെ സുവിശേഷം 6:54 എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ വാഗ്ദാനം, യേശുവിൻ്റെ വാഗ്ദാനം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്ന നിത്യജീവനുണ്ട്, സ്വർഗമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്ന പപ്പ എന്തിനാ കരയുന്നേ? മമ്മി എന്തിനാ കരയുന്നേ? ഞാൻ മരിച്ച ആ സ്വർഗത്തിലേക്കല്ലേ പോകുന്നേ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടല്ല ഞാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മകൻ 2004 ഡിസംബർ 15-ാം തീയതി മരിക്കുക. അന്ന് പിറ്റേ ദിവസമായിരുന്നു ശവസംസ്കാരത്തിന് വേണ്ടി തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ വലിയമറ്റം പിതാവ് തന്നെ വീട്ടിൽ വന്ന് ആ കാർമ്മികത്വം എല്ലാം കഴിഞ്ഞു. അതിനോട് പറഞ്ഞു, പിതാവ് എന്നോട് പറയുക, അവസരപ്പച്ച സങ്കടപ്പെടേണ്ട, അവൻ സ്വർഗ്ഗത്തിലുണ്ട്. ഞാൻ പറഞ്ഞു, പിതാവെ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗ്ഗത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ചക്കാലയ്ക്ക് പിതാവ് ഒരുപാട് വൈദ്യര് സിസ്റ്റേഴ്സ് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ സ്വർഗ്ഗത്തിലേക്ക് പറന്നുയർന്നു എന്ന് ഞാൻ വിശ്വസിക്കുക. അതാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസം. ഈ വിശ്വാസം ഇല്ലാത്തവൻ വിശ്വാസത്തിൽ പരാജയപ്പെട്ടവനാണ്. പ്രിയ സഹോദരി, പിറ്റേ ദിവസം അന്ന് ശവസംസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ബന്ധുക്കളാണ് വൈകുന്നേരം ജപമാലയിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരു പാട്ട് പാടി അതിനുശേഷം എൻ്റെ മകൾ ടീന ബൈബിൾ എടുത്ത് വായിക്കാൻ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, മോളെ ബൈബിൾ തുറക്കാൻ വരട്ടെ, ഈശോയെ എനിക്ക് നിന്നോട് ചോദ്യം ചോദിക്കാനുണ്ട്. എൻ്റെ മകൻ സോണി അവനിപ്പോൾ എവിടെയുണ്ട്? എന്താണ് ഈശോയെ അവൻ്റെ അവസ്ഥ? പ്രാർത്ഥിച്ചു, മോളെ ബൈബിൾ തുറക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് കണ്ണടച്ച് ബൈബിൾ തുറന്നു. പ്രിയപ്പെട്ടവരെ, കിട്ടിയ വചനം ശൂന്യമായ കല്ലറ. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. കല്ലറ ശൂന്യമെങ്കിൽ അവൻ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് കിട്ടി. എൻ്റെ ഭാര്യ സാലി, ഈശോയെ നീ എന്നോട് പറഞ്ഞില്ലല്ലോ, പെട്ടെന്ന് ബൈബിൾ മേടിച്ച് വീണ്ടും പ്രാർത്ഥിച്ച് തുറന്നു. അതേ വചനം ദൈവം തരികയാണ്, പരിശുദ്ധാത്മ തരികയാണ്. ശൂന്യമായ കല്ലറ. ഞങ്ങൾ നന്ദി പറഞ്ഞ് അത്താഴം കഴിക്കാൻ പോയി. അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു സങ്കടം. ഈശോ എന്നോട് പറഞ്ഞില്ല, അവരോടല്ലേ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അത്താഴം കഴിച്ച് തിരിച്ചു വന്നു. ഇതേ ബൈബിൾ തുറന്ന്, കർത്താവേ നീ എന്നെ ആശ്വസിപ്പിക്കണമേ, ഞങ്ങളുടെ കണ്ണീരൊപ്പണമേ. ഈശോയെ അന്ന് ലാസറിൻ്റെ ഭവനത്തിൽ കടന്നു ചെന്ന് അവരുടെ കണ്ണീരൊപ്പി, യേശുവേ ഈ പാപിയ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ കണ്ണീരൊപ്പണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നു. എനിക്ക് കിട്ടിയ വചനം യേശുവിൻ്റെ പുനരുദ്ധാനം. ആ ദിവസത്തിന് ശേഷം, ആ വചനത്തിന് ശേഷം ഞാൻ ഇന്നുവരെ എൻ്റെ മകനെ ഓർത്ത് കരഞ്ഞിട്ടില്ല. എൻ്റെ മകനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്ന. കാരണം എൻ്റെ മകനെ 25 വയസ്സ് വരെ വളർത്തി സ്വർഗത്തിലേക്ക്, ആത്മരക്ഷയിലേക്ക് നയിക്കാൻ ഈ പാപിയായി എനിക്ക് സാധിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുക. പ്രിയ സഹോദരി, ഈ ഒരു വേദപാഠം, ഈ ഒരു പ്രത്യാശ, ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കണം.
ധ്യാനത്തിൽ പ്രസംഗിക്കണം, ഈ ഒരു സന്തോഷം കൊടുക്കണം. ഇത് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്, ലക്ഷ്യമാണ്, നമ്മുടെ വേദപാഠത്തിൻ്റെ അടിസ്ഥാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം എത്രയോ പ്രബലമാണ്, എത്രയോ ആധികാരികമാണ്, എത്രയോ സന്തോഷം തരുന്നതാണ്. ഈ ഒരു പ്രത്യാശയിലേക്ക്, ബോധത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ. ഇന്ന് വലിയ പ്രായമുള്ള വ്യക്തികൾ പോലും മരണത്തെ ഭയക്കുക. ഈ അടുത്ത കാലത്ത് ഒരു വൃദ്ധനായ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. 93 വയസ്സുള്ള വ്യക്തി. മക്കൾ ധ്യാനം കൂടി എന്നെ അറിയുന്നു, അവർ ആത്മീയതയ്ക്ക് വന്നവർ എന്നെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലാണ്. ഈ 93 വയസ്സിൽ അപ്പച്ചൻ്റെ ഭാര്യ മരിച്ചു, മക്കളും മക്കളുമായി. ഈ 93 വയസ്സിൽ അപ്പച്ചൻ ബോധം കെട്ട് കിടക്കുമ്പോഴാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ അപ്പച്ചന് ബോധമുണ്ട്. ഞാൻ അപ്പച്ചന് ചോദിച്ചു, അപ്പച്ച ഒന്ന് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ചോ മോനെ. എന്തിനു വേണ്ടി അപ്പച്ച പ്രാർത്ഥിക്കണ്ടേ? എടാ, ഒരു 10 വർഷം കൂടെ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ വിളിച്ചാൽ അപ്പച്ചൻ പോകില്ല. ഈശോ സ്വർഗം തരാമെന്ന് പറഞ്ഞാലും മരണത്തെ അപ്പച്ചൻ ഭയപ്പെട്ടുകൊണ്ട് 10 വർഷം കൂടെ ജീവിക്കാൻ വേണ്ടി മരുമക്കൾ തരുന്ന പച്ചക്കപ്പയും പച്ചമീനും ഇറച്ചിയും മീനും കഴിച്ച് പിന്നെയും മുന്നോട്ട് ജീവിക്കാനുള്ള വലിയൊരു വ്യഗ്രത. പ്രിയപ്പെട്ടവരെ, ഈ വ്യഗ്രത സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശയില്ലാത്തതുകൊണ്ടാണ്. നമ്മളൊന്ന് ഓർക്കണം. നമ്മുടെ കണ്ണിന് കാഴ്ച കുറയുമ്പോൾ, പല്ലുകൾ കൊഴിയുമ്പോൾ, തലമുടി നരയ്ക്കുമ്പോൾ, നമ്മുടെ ശരീരം ചുക്കിച്ചുളുങ്ങുമ്പോൾ വിളി വരുന്നു. സ്വർഗത്തിൻ്റെ വിളി വരുന്നു, സ്വർഗത്തിലേക്കുള്ള വിളി വരുന്നു. ഒരുങ്ങുക. നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് നല്ല ആരോഗ്യം തന്നു, പല്ല് നല്ല ഉറപ്പ് തന്നു, കണ്ണ് നല്ല കാഴ്ച തന്നു, നമ്മുടെ നല്ല സൗന്ദര്യം തന്നു, മുടി നല്ല കറുപ്പ് തന്നു. ഇതെല്ലാം ഈ ഭൂമിയിൽ ജീവിതപങ്കാളിയോടൊത്ത് മക്കളോടൊത്ത് അധ്വാനിച്ച് ജീവിക്കാൻ ദൈവം നമുക്ക് നൽകിയെങ്കിൽ, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആത്മീയരാക്കുവാൻ നമുക്ക് എന്തുമാത്രം സൗകര്യങ്ങളാണ് തരുന്നത്. ഒന്ന് മറവി, ചെറുപ്പത്തിലെ ഓർമ്മ മുഴുവൻ പ്രായമാകുമ്പോൾ ഉണ്ടെങ്കിൽ ഈ വാശിയിലും വൈരാഗ്യത്തിലും വെറുപ്പിലും മരിച്ച് നശിക്കും. പ്രിയപ്പെട്ട പഴയ കാഴ്ച ശക്തി ഇപ്പോഴുണ്ടെങ്കിൽ ഈ വാർദ്ധക്യത്തിലും പാപം കണ്ട് അതിൽ വളർന്ന് നശിക്കും. പഴയ വിധത്തിലുള്ള നമ്മുടെ ആ കാര്യസാധ്യതയ്ക്ക് വേണ്ടി തരുന്ന എല്ലാ സൗകര്യങ്ങളും ഈ ദൈവം പിൻവലിച്ച് ഒരു നല്ല വിശുദ്ധനായി മരിക്കാൻ ദൈവം അവസരം തരുന്നു എന്നുള്ള ആ തിരിച്ചുള്ളിലേക്ക് നമുക്ക് കടന്നു വരാം. ഞാൻ ഓർക്കുകയാണ്, ഒരു കൺവെൻഷൻ പോയപ്പോൾ കുറേ സിസ്റ്റേഴ്സെ പരിചയപ്പെട്ടു. ആ സിസ്റ്റേഴ്സ് എല്ലാം പ്രായമായ സിസ്റ്റേഴ്സാണ്. ഞാൻ അവരോട് ചോദിച്ചു, സിസ്റ്റർമാരെ നിങ്ങളിപ്പോൾ എന്താ സുവിശേഷം വിളിക്കുന്നത്? അവർ പറയുക, ഞങ്ങൾ രാവിലെ ബലിയർപ്പിക്കും, അതിനുശേഷം ഞങ്ങൾ കോൺവെൻറ്റ് ഒന്ന് കാപ്പ് കുടിക്കും, അതിന് ഞങ്ങൾ 3 പേരുടെ കൂട്ടായ്മയെ കൂടി ബൈബിളുമൊക്കെ ആയിട്ട് ഓരോ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലും. പള്ളി പോകാത്ത, പ്രാർത്ഥിക്കാത്ത ഒരുപാട് പ്രായം ചെന്നവരൊക്കെ ആ വീട്ടുകളിലുണ്ട്. ഞങ്ങളെല്ലാവരെയും മരിക്കാനായിട്ട് ഒരുക്കും. അവരെ ഞങ്ങൾ മരിക്കാനായിട്ട് ക്ഷമിച്ച്, സ്നേഹിച്ച്, കുമ്പസാരിച്ച്, വിശുദ്ധിയോടെ മരിച്ച് സ്വർഗത്തിനായി ഒരുക്കും. പ്രിയപ്പെട്ടവർ, എത്രയോ മഹത്തരമായൊരു വേറെയാണ് ശുശ്രൂഷയാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മരക്ഷയെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ, സ്വർഗത്തെക്കുറിച്ച് ബോധ്യപ്പെടുമ്പോൾ, ഈ ബോധ്യമില്ലാതെ മരുമക്കളോട് വഴക്കുണ്ടാക്കി, വീട്ടിൽ കലഹമുണ്ടാക്കി, പാപത്തിലും വാശിയിലും വൈരാഗ്യത്തിലും വെറുപ്പിലും ജീവിക്കുന്ന പാവപ്പെട്ട ഭവനങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരെ മരിക്കാനൊരുക്കും. ജീവിക്കാനല്ല, നല്ല മരണത്തിന് വേണ്ടി ഒരുക്കുന്നു. ഞാൻ ആ സിസ്റ്റേഴ്സിന് വേണ്ടി ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി. പ്രിയപ്പെട്ടവരെ, മർക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 29-ാം വചനം ഇങ്ങനെ പറയുകയാണ്, എന്നെ പ്രതി വീടോ സ്വത്തോ വയലോ മക്കളെയോ വേണ്ടെന്ന് വെച്ചാൽ 100 ഇരട്ടി മടക്കി തരും, കൂടെ നിത്യജീവനും. യേശുവിനെ പ്രതി വീട്, സ്വത്ത്, വയൽ, മക്കൾ, മാതാപിതാക്കളെ ഇവയെ ഉപേക്ഷിച്ചാലെന്ന് പറഞ്ഞാൽ അവരെ കളയാനല്ല, അതിനേക്കാൾ സ്ഥാനം യേശുവിന് നൽകിയാൽ, യേശുവിൻ്റെ നാമത്തിൽ ജീവിച്ചാൽ ഇവയെല്ലാം നമുക്ക് ഈശോ തരുമെന്നാണ് എൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നമ്മൾക്ക് ദൈവമാണ് ഈ മക്കളെ നൽകിയത്. നമുക്ക് നന്മ നൽകിയ എല്ലാം ദൈവമാണ്. അത് ദൈവത്തിൻ്റേതാണ്. ആ ദൈവത്തിന് നമ്മൾ നൽകണം, ദൈവത്തിൻ്റേതാണെന്ന് വിശ്വസിക്കണം. അങ്ങനെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ 100 ഇരട്ടി മടക്കിത്തരും. ദൈവത്തിൻ്റെ വലിയ ശക്തി നമ്മൾ വ്യാപരിക്കട്ടെ. ക്രിസ്ത്യാനിക്ക് മരണമില്ല എന്നുള്ള ബോധത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ക്രിസ്ത്യാനി മരിച്ചാൽ അവൻ സ്വർഗത്തിൽ ജനിക്കുക. നമ്മുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണ്, ഈ ഭൂമിയിലല്ല. കൂടിപ്പോയാൽ 50, 60, 100 വർഷം ഇതിനപ്പുറത്തൊരു ജീവിതം സ്വർഗത്തിലുണ്ട്. ഈ പ്രത്യാശയോടുകൂടി പാപത്തെയും പാപസന്തോഷങ്ങളെ പുറത്തുപേക്ഷിച്ച് വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, വിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിക്കുന്നൊരു വ്യക്തി അവനിവിടെ മരിച്ചാൽ സ്വർഗത്തെ ജനിക്കുന്നു. ആ സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. ഈ അർത്ഥത്തിൽ മരണത്തെ കണ്ട് മരിച്ച ദുഃഖത്തിൽ കഴിയുന്ന ഓരോ വ്യക്തികളും ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തപ്പെട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.